നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 464 464. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 464 214 സർഗം മത്സ്യാവതാരം എന്ന ഭാഗമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലിപ്പോൾ 52ാമത്തെ എപ്പിസോഡാണ് പറഞ്ഞു നിർത്തിയത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഈ നിൻ പ്രസാദ ലക്ഷാംശം ഏകാനും അസമർത്ഥരാം നീ ഒഴിക്കുകയിൽ ഈ ഞങ്ങൾക്കെങ്ങും മറ്റുള്ളൊരാശ്രയം. ആദ്യം ഒരു നെഗറ്റിവിറ്റീനെ പോസിറ്റിവിറ്റി ആക്കി. അതാണ് വായിക്കുമ്പോൾ കിട്ടില്ല. അത് ഈ നിൻ പ്രസാദ ലക്ഷാംശം ഏകാനും, അങ്ങയുടെ ഗുണത്തിൽ, അങ്ങയുടെ വിഭൂതിയിൽ 1,00,000-ൽ ഒരംശം കൂടിയും അനുഭവിക്കാൻ അസമർത്ഥരാം എന്ന വാക്കേ. ഞാൻ ഇന്നലെ എന്താ വായിച്ചത് എനിക്ക് ഓർമ്മയില്ല. അത് സമർത്ഥരാം എന്നാണെങ്കിൽ തെറ്റാണ്. അസമർത്ഥരാം. ഈ നിൻ പ്രസാദ ലക്ഷാംശം ഏകാനും അസമർത്ഥരാം നീ ഒഴിക്കുകയിൽ ഈ ഞങ്ങൾക്കെങ്ങും മറ്റുള്ളൊരാശ്രയം. വളരെ ഗൗരവത്തിലാണ് സംസാരം, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞ് 53ാമത്തെ ശ്ലോകം. അന്ധൻ്റെ പിന്നാലെ നടപ്പത് പോൽ മാത്രം അജ്ഞനെ ഗുരുവാക്കിയിടുവോർ വീഴും എങ്ങാണ്ടോ രണ്ടുപേർകളും. വളരെ അപ്റ്റായിട്ടുള്ളൊരു എക്സാമ്പിളാണ്. ഒരു അന്ധൻ്റെ തോള് പിടിച്ച് നമ്മൾ നടന്നാൽ ആ അന്ധനും വീഴും, നമ്മളും വീഴും. നേരെ മറിച്ച് ഒരു മുടന്തനെ നമ്മൾ തോളിലേറ്റിയിട്ട് നടക്കുകയാണ് വിചാരിക്കുക. ഒരന്ധൻ ഒരു മുടന്തനെ തോളിലേറ്റി നടക്കുകയാണെങ്കിൽ ആ മുടന്തൻ പറയുന്ന വഴി കൂടെ പോയാൽ നമ്മൾ വീഴില്ല. അപ്പോൾ അജ്ഞാനിയായ ഒരു ഗുരുമുഖത്തിൽ നിന്ന് എന്തെങ്കിലും നമ്മൾ വാങ്ങിയാൽ അതിന് അർത്ഥം ഉണ്ടാവില്ല. അതാണ് ഗുരുവിനെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, മനസ്സിലായില്ലേ? ഇപ്പോൾ ഒക്കെ നാരായണീയ ടീച്ചർമാരും മാഷന്മാരാണ്. ഇപ്പോൾ ഭാഗവതന്മാർക്കും വേണ്ട. കാരണം എന്താ? ഇത് സമുദ്രമാണ്. എന്നാൽ നാരായണ ഭട്ടതിരിയെ ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ പറയാം, അതൊരു സ്വതന്ത്ര കൃതിയാണ്. അദ്ദേഹത്തിൻ്റെ വൈഭവം, അദ്ദേഹത്തിൻ്റെ അസുഖം മാറ്റാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ വിത്പത്തി അദ്ദേഹം ഉപയോഗിച്ചു, അത്രയേ ഉള്ളൂ. അതിനേക്കാൾ മീതെ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഇപ്പോൾ ഉണ്ട് ചിലവർ സപ്താഹം നടക്കുന്ന സ്ഥലത്ത് നാരായണീയം വായിക്കാൻ വരും. അവരെ പ്രസാദം കഴിക്കും, നാരായണീയം വായിക്കും, അവർ പോവും. അതെന്തോ ഒരു റയച്ചൊല് പോലെ. അങ്ങനെ എല്ലാം റയച്ചൊലാവുക കാരണമാണ് അനുഭവം ഇല്ലാതെ കൊണ്ട് വരുന്നത്. എന്താണ് വായിക്കണത്? എന്തിനാണ് വായിക്കണത്? നാരായണ ഭട്ടതിരിയുടെ ഓരോ അധ്യായം കഴിയുമ്പോഴും എൻ്റെ വാതരോഗം മാറ്റണേ, എൻ്റെ വാതരോഗം മാറ്റണേ എന്നാണ്. അതൊരു ലക്ഷ്യമാണ്. ഏത് ലക്ഷ്യം? ലൗകികമായ ലക്ഷ്യമാണത്, മോക്ഷപ്രാപ്തി അല്ലാതെ. നേരെ മറിച്ച് എനിക്ക് സായൂജ്യ സാമീപ്യ സാലോക്യാദികൾ വേണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം അവസാനിപ്പിക്കുന്നത്. ഇത് കേൾക്കുന്നവനും ഇത് പറയുന്നവനും ആത്മാനുഭൂതിയുടെ വഴിയിലെ ആത്മസാക്ഷാത്കാരം വരും. അതുകൊണ്ട് അവന് ധർമാർത്ഥ കാമ മോക്ഷം ഉണ്ടാവും. മുമുക്ഷുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അല്ലാതെ കണ്ട് പറവച്ചാൽ കുട്ടികളുണ്ടാവുന്നോ, അതൊക്കെ ഈ പറഞ്ഞതിൽ പെടും. അന്ധൻ്റെ പിന്നാലെ നടപ്പത് പോൽ മാത്രം അജ്ഞനെ ഗുരുവാക്കിയിടുവോൻ വീഴും എങ്ങാണ്ടോ രണ്ടുപേർകളും സ്വയം പ്രകാശനും സർവാത്മാവും സർവസുഹൃത്തുമാം. അപ്പോൾ എല്ലാം അറിയുന്ന ഗുരു ആരാ? അവരവരുടെ മനസ്സാക്ഷിയാണ്. അവരവരുടെ മനസ്സാക്ഷിയെ പരമമായ ഗുരുവായിട്ട് അംഗീകരിക്കാൻ സാധിക്കണം. സാക്ഷാൽ ശ്രീമൻ നാരായണനാണ് എൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഗുണഗണങ്ങൾ ഞാൻ അനുഭവിക്കണമെന്ന് അഹം ബ്രഹ്മാസ്മി തത്വമസി അയമേവ ബ്രഹ്മം പ്രജ്ഞാനം ബ്രഹ്മ
എന്നതിൻ്റെ മാധ്യമത്തിൽ കൂടെ റിയലൈസേഷൻ അനുഭവിക്കണം. അല്ലാണ്ട് ഇതൊരു ടൈം പാസിനുള്ളതല്ല. അതുകൊണ്ടാണ് സ്വയം പ്രകാശനം. ഇപ്പം ക്ഷേത്രത്തിൽ ബിംബം സ്വയം പ്രകാശനല്ല, അവിടെ വിളക്ക് വെച്ചാലേ ഐശ്വര്യമുള്ളൂ. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അവിടേക്കാണ് നമുക്ക് തിരക്ക്. സ്വയം പ്രകാശനായിട്ടുള്ള ആൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കസ്തൂരി മണക്കുന്ന മാൻ കസ്തൂരി എവിടെയാണ് കിട്ടുക എന്ന് വിചാരിച്ച് നടക്കുന്ന പോലെ എന്ന് പറയാം. സ്വയം പ്രകാശനം സർവാത്മാവും സർവസുഹൃത്തുമാം. അത് നമുക്കറിയില്ല. ഇപ്പം ഇന്നലെ ഞാൻ കുറച്ച് നേരം കുടമാറ്റം കണ്ടു. കുടമാറ്റം കണ്ടപ്പോൾ ഒരു കോർണറിലേക്ക് ക്യാമറ സ്പോട്ട് ചെയ്തിട്ട് പറഞ്ഞു, എന്തോ അവിടെ ഒരു പ്രശ്നമുണ്ട്, പോലീസുകാരൊക്കെ അവിടെ എല്ലാവരും കൂടി ഒരാളെ തല്ലണതാണ്. ശരിയാണ്. ആദ്യം 2 ആൾ കൂടി കശപിശ കൂടി, അപ്പോൾ ഒരാളുടെ ഭാഗത്ത് എല്ലാവരും കൂടി മറ്റാളേനെ ചവിട്ടി തയ്ക്കാൻ തുടങ്ങി. ഇതാണോ പൂരത്തിൻ്റെ മഹത്വം? ഇതാണോ നമ്മൾ പറയുന്ന സാക്ഷാൽ വടക്കുന്നാഥൻ്റെ തിരുമുമ്പിൽ വെച്ച് ചെയ്യേണ്ട കാര്യമാണോ? അത് തിരുവമ്പാടിക്കാരനായിക്കോട്ടെ, അല്ലെങ്കിൽ പറമേക്കാവുകാരനായിക്കോട്ടെ, അല്ലെങ്കിൽ പൂരാൻ കാണാൻ പോയിട്ടുള്ള വിദൂര സ്ഥലത്ത് നിന്ന് വന്ന ഒരു സഹോദരനാവട്ടെ, തല്ലുകയാണോ വേണ്ടത്? ചവിട്ടുകയാണോ വേണ്ടത്? ആരെങ്കിലും അവനെ കൈ വയ്ക്കുമ്പോൾ അടിക്കുന്നവനെ പിടിച്ചു മാറ്റില്ലേ വേണ്ടത്? അപ്പം നമ്മുടെ ലക്ഷ്യം അതല്ല. നമ്മൾക്ക് കുളം കലക്കണം നമുക്ക്. അതേ താല്പര്യമുള്ളൂ. ഐ ആം സോറി. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നതിൻ്റെ അർത്ഥം എന്താണ്? സ്വയം പ്രകാശനം സർവാത്മാവും സർവസുഹൃത്തുമാം. അപ്പം പിന്നെ സുഹൃത്തുണ്ടെങ്കിൽ പിന്നെ എങ്ങനെ ഒരാളുടെ കുതികാല് വെട്ടുക? എല്ലാ ആത്മാവും സുഹൃത്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് കടം വാങ്ങിക്കൊണ്ടുപോകാൻ തിരിച്ചു തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവനെ എങ്ങനെ തല്ലുക നമ്മൾ? അല്ലെങ്കിൽ എങ്ങനെയാണ് ജപ്തി ചെയ്യുക? വീട് ജപ്തി ചെയ്യുക, ബാങ്ക് കടമെടുത്തു, കാര്യമൊക്കെ ശരിയാണ്. അപ്പം ഇതൊന്നും അറിയാതെ കണ്ട് ഞങ്ങൾ സപ്താഹം നടത്തണു, ഞങ്ങൾ സപ്താഹം നടത്തി എന്ന് അഭിമാനിക്കണതിൽ താല്പര്യമില്ല. അപ്പോൾ സർവസുഹൃത്തുമാം ഗുരുവാണ് അവിടുന്ന് ഞങ്ങൾ ആത്മാന്വേഷികളാം പ്രഭു. ഞങ്ങൾ ആത്മാവിനെ അന്വേഷിക്കുന്നവരാണ്. നമ്മൾക്ക് എത്ര പേർക്ക് ആത്മാവിനെ അന്വേഷിക്കണം എന്നുള്ളൊരു താല്പര്യം ഉണ്ടായിട്ടുണ്ട്? ആത്മാവ് നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. അപ്പോൾ അകക്കണ്ണുകൊണ്ട് അധോക്ഷജൻ എന്നുള്ളതിന് അർത്ഥം പറയണം. അധോക്ഷജൻ മനക്കണ്ണുകൊണ്ട് പുറത്തേക്ക് ഉള്ള എല്ലാം കണ്ട് രസിക്കാം എന്ന് തെറ്റിദ്ധരിക്കുന്ന കണ്ണിനെ അടച്ച് അധോക്ഷജനാവണം. അകത്തുള്ള പ്രതിഭാസത്തിനെ മാനിക്കണം. അപ്പോഴാണ് അതിൻ്റെ വൈകാരിക തലങ്ങളിൽ വിചാരധാര ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് വിചാരധാരയിൽ വികാരം കൊള്ളരുത്. അപ്പോൾ സർവസുഹൃത്തുമാം ഗുരുവാണവിടുന്ന് ഞങ്ങളാത്മാന്വേഷികളാം പ്രഭോ. അർത്ഥകാമാതി സമ്പാദനോപായം ലൗകികൻ. അവിടെ 3 പറഞ്ഞുള്ളൂ. അർത്ഥകാമ അർത്ഥം കാമം അവിടെ തന്നെ ഓർമ്മ ഇതില്ല. ധർമാർത്ഥ കാമം. അപ്പം ഇവിടെ ധർമ്മം പറഞ്ഞില്ല, ധർമ്മവുമില്ല, മോക്ഷം പറഞ്ഞില്ല. അപ്പോൾ അർത്ഥകാമാതി സമ്പാദനോപായം ലൗകികൻ ഗുരു നൽകും ശിഷ്യന്. 2 ആൾക്കും വേണ്ടുന്നതും അതുമാത്രമാം. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നെഗറ്റീവാണ്. അതാണിന്ന് നടക്കുന്നത്. അതായത് എ എന്ന് പറയുന്ന ഗുരുവിന് ദക്ഷിണ വേണം, ബി എന്ന് പറയുന്ന ശിഷ്യൻ ദക്ഷിണ കൊടുക്കാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും തകിട് എഴുതി തന്നാൽ അതുകൊണ്ട് പ്രയാസങ്ങൾ തീരുമെന്ന് തെറ്റിദ്ധരിക്കുക. അത് രണ്ടും അതാണ് പറഞ്ഞത്. അർത്ഥകാമാതി സമ്പാദനോപായം ലൗകികൻ ഗുരു നൽകും ശിഷ്യന്. 2 ആൾക്കും വേണ്ടുന്നതു മാത്രമാം. 2 ആളും ലൗകികത മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ. എന്നാൽ ഇനി അടുത്ത ശ്ലോകത്തിൽ പോസിറ്റീവുള്ള കാര്യം ഉള്ളത്. നീയോ യഥാർത്ഥ ഗുരുവാം. ആരാ യഥാർത്ഥ ഗുരു? കൃഷ്ണൻ, വിഷ്ണു. എവിടെ ഇരിക്കണത്? അവരവരുടെ അകത്ത്.
അതിനെ മാനിക്കാൻ നമ്മൾക്ക് പറ്റണില്ല. നമ്മൾ എവിടൊക്കെ ശങ്കരാചാര്യന്മാരുണ്ടോ അതിൽ ഏതെങ്കിലും ഒരാളെ കൂട്ടുപിടിച്ച് മറ്റുള്ളവരെ ദോഷം പറയും നമ്മൾ. ഒരു ശങ്കരാചാര്യരാണ് ഭാരതത്തിൻ്റെ 4 കോണിൽ 4 മഠങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർ തമ്മിൽ ഏകോപനം ഉണ്ടോ ചോദിച്ചാൽ ഇല്ല. അപ്പം ഇവിടെ നീയോ യഥാർത്ഥ ഗുരുവാം ഭക്തിജ്ഞാന മനോഹരം, ഉള്ളിലേക്ക് തിരിഞ്ഞ് എന്താ ഉള്ളത്? ഭക്തിജ്ഞാന മനോഹരം പദമാണുപദേശം കൊണ്ടരുളിടുവദേവനും. അതാണ് പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ കാര്യസാധ്യ പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് രണ്ടാൾക്കും വേണ്ടുന്നത് മാത്രമാം. ക്ഷേത്രത്തിനും ക്ഷേത്രത്തിൽ വരുന്ന സാധകനും ഗുണോപായം. ഞാൻ പറയണത് നിങ്ങൾ എന്നെ വിഷമിപ്പിക്കരുത്. ഞാൻ പറയേണ്ടത് പറഞ്ഞു. കാര്യസാധ്യ പുഷ്പാഞ്ജലി അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ യഥാർത്ഥ ബന്ധു സർവാത്മാവ് ആചാര്യൻ പ്രിയൻ ഈശ്വരൻ. പട്ടാമ്പി രാജഗോപാലൻ ഭാഗവത ഭക്തദാസൻ മാത്രമാണ്, ആചാര്യനല്ല. കാരണം എന്താ, ഞാനിത് മനസ്സിലാക്കിയിട്ടുണ്ട്. യഥാർത്ഥ ബന്ധു സർവാത്മാവ് ആചാര്യൻ പ്രിയൻ ഈശ്വരൻ. ഈശ്വരനാണ് ശരിയായ. അതുകൊണ്ടാണ് എൻ്റെ ഗുരുനാഥൻ പറഞ്ഞത്, എടാ ചെറുക്ക, നീയെ ബ്രഹ്മശ്രീ എന്ന് വെക്കണ്ട. നിൻ്റെ ഹൃദയഗഹ്വരത്തിൽ വിലസുന്ന ബാലാഗ്രശതഭാഗസ് വിസ്തരസ് ഏകോ ജീവ പ്രമാണത്തിൻ്റെ ഉടമസ്ഥൻ നിൻ്റെ ഉള്ളിലുണ്ട്. അദ്ദേഹത്തിനെ നീ പരമമായും ഗുരുവായിട്ട് കണക്കാക്കിയാൽ മതി. ഞാൻ വന്നു, ഞാനിതാ പോണു, ഞാനും ഉണ്ടാവില്ല അവിടെ. കുറേ കഴിയുമ്പോൾ നീയും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് നിനക്ക് ഒക്കെ സാക്ഷാത്കരിക്കേണ്ടത് ആരേനെയാ? അവരവരുടെ ഉള്ളിലുള്ള പരമാത്മ ചൈതന്യത്തിനാണ്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് മനുഷ്യന്മാരായിരിക്കുന്ന ഗുരുക്കളുടെ ഫോട്ടോ വെക്കരുതെന്ന് പറയാൻ കാരണം എന്താ? അതിന് സാങ്കത്തില്ല. അജ്ഞാനദശയിൽ നമ്മൾ അത് ചെയ്യണമെന്നല്ലാണ്ട് ജ്ഞാനദശയിൽ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് യഥാർത്ഥ ബന്ധു സർവാത്മാവ് ആചാര്യൻ പ്രിയൻ ഈശ്വരൻ. എനിക്ക് പ്രിയൻ ആരാ? എൻ്റെ ആത്മാവാണ്, എൻ്റെ ജീവനാണ്. എൻ്റെ ആത്മാവ് എൻ്റെ ശരീരത്തിൽ നിന്നായ ഞാൻ ശവായി. അപ്പോൾ ആന കുത്താൻ വന്ന ഭാര്യയും മക്കളും ഞാനും കൂടിയിട്ടാണെങ്കിൽ ആരാണ് ഓടാൻ കൽപ്പുള്ളവർ? അവർ രക്ഷപ്പെടുന്നല്ലാണ്ട് അതിൽ മകനെയോ ഭാര്യേനെയോ ഭർത്താവിനെയോ കുറ്റം പറയരുത് ഒരിക്കലും. അവിടേക്കെത്തണം, ആ ലെവലിലേക്ക് എത്തണം. അതുകൊണ്ടാണ് പറഞ്ഞത്, എങ്കിലും വിഷയാന്ധന്മാർ നിന്നെ ഓർക്കാതെ കേവലം. വിഷയത്തിൻ്റെ മാധ്യമത്തിൽ കൂടി അന്ധത ബാധിച്ചവർ. കുട്ടികൾ വേണം, വീട് വേണം, കാണാൻ കൊള്ളാവുന്ന പുരുഷനായിരിക്കണം, കാണാൻ കൊള്ളാവുന്ന സ്ത്രീ ആയിരിക്കണം, സമ്പത്തുള്ളവനാവണം, അല്ലെങ്കിൽ നല്ല പാക്കേജ് ഉള്ളവളായിരിക്കണം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ അതിൽ ആത്മാർത്ഥതയില്ല. കാരണം എന്താ? ലൗകികമാണ് നമ്മൾ തിരയണത്. യഥാർത്ഥ അപ്പോൾ പറഞ്ഞു, എങ്കിലും വിഷയാന്തന്മാർ നിന്നെ ഓർക്കാതെ കേവലം ദുരാശകൾ വളർത്തിക്കൊണ്ട് അഭിമാനിക്കയാം സ്വയം. സപ്താഹം നടത്തുന്നവർക്ക് പറ്റുന്ന തെറ്റ്, ഇന്നന്ന ദിവസം ഇന്നന്ന പൂജകൾ, ഇന്നന്നതുണ്ടാവും. അതിന് കുടപിടിക്കുന്ന ആചാര്യന്മാർ ചെയ്യുന്ന വങ്കത്തരെന്ന് വേണം പറയാൻ. കാരണം ശുഖബ്രഹ്മവർഷി ഭാഗവത്തിൽ ഇതൊന്നും പറഞ്ഞില്ല. പിന്നെന്തിനാണ് നമ്മളത് ഏറ്റുപിടിക്കണത്? ശുഖബ്രഹ്മവർഷി പരീക്ഷത്തിനോട് എന്തു പറഞ്ഞിട്ടുണ്ട്? അത് മതി. നമ്മൾ ശുഖബ്രഹ്മവർഷി ആവരുത്. നമ്മൾ വേദവ്യാസ പീഠത്തിൽ ഇരുന്നത് കൊണ്ട് നമ്മൾ വേദവ്യാസനാവില്ല. വേദവ്യാസൻ്റെ വാക്കുകൾ മാത്രമേ ഉച്ചരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ഓക്കെ. ഉച്ചരിക്കല്ല, അത് മാത്രമേ കർത്തവ്യം എന്ന് വിചാരിച്ച് കർത്തവ്യം നടത്താൻ പാടുള്ളൂ. അതിനെതിരായിട്ടുള്ളതൊന്നും നടത്തരുത്. ആർക്ക് വിഷമമുണ്ടായാലും നമ്മൾ അത് സ്വീകരിക്കാൻ പാടില്ല. അതിന് സാക്ഷി എൻ്റെ ചേച്ചിയാണ്, ബോംബെയിലുള്ള ചേച്ചി. അവർ പറയും അത് ഇതൊന്നും വേദാന്തമൊന്നും അവിടെ ഇവിടെയും പോയി പറയുന്നത് നിനക്ക് ചാൻസ് കിട്ടില്ല പറയും. വേണ്ട പറയും. ഞാനവരും ഭയങ്കര ലോകിയാണ്, പക്ഷേ കോഴിയങ്കം മാതിരിയാ, പറഞ്ഞാൽ കേൾക്കില്ല. ചേച്ചി കേട്ടാൽ എന്താ വിചാരിക്കും എനിക്കറിയില്ല. അതാണ് സത്യം. 2007 എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട്. നീലം നഗറിൽ ഗോവിന്ദൻ മാഷയുടെ പിന്നെ ആദ്യ സ്ഥാനത്തിലൊരു സപ്താഹം നടത്തുണ്ടായി. അപ്പോൾ അന്ന് എന്തോ പ്രശ്നം ചേച്ചിക്ക് കുടുംബപരമായിട്ട്. അപ്പോൾ
മാഹാത്മ്യത്തിന് ഞാൻ വരുന്നില്ല. കാരണം വന്നാൽ ഉടനെ തിരിച്ചു വരണം, പിന്നെ മകളുടെ കുട്ടീനെയും നോക്കണം. അതുകൊണ്ട് ആൾക്കാരെ മുഷിപ്പിക്കണ കൂട്ടത്തിലൊന്നും സംസാരിക്കണ്ട. ഓവർ അതെല്ലാം കഴിഞ്ഞിട്ട് വേദാന്തം മാത്രം സംസാരിച്ചിട്ട് ഞാൻ അപ്പം തന്നെ വിളിച്ചു പറഞ്ഞു, ഞാൻ വേദാന്തം മാത്രമേ സംസാരിച്ചുള്ളൂ, ആരും ഇറങ്ങിപ്പോയിട്ടില്ല കേട്ടോ പറഞ്ഞു. കുറേ ചിരിച്ചു. പിറ്റേ ദിവസം ആ കൈക്കുഞ്ഞായിട്ട് അത് പിന്നെ 2-2.5 വയസ്സായിട്ടുള്ള കുട്ടിയാണ്. അതിനെയും ഒരു ടർക്കി ടവലൊക്കെ ആയിട്ട് വന്ന് എൻ്റെ മുമ്പിൽ ഇരുന്ന് 7 ദിവസം കഥ കേട്ടു. അപ്പം ഈ വേദാന്തം എന്ന് പറഞ്ഞാൽ തൊട്ട ഷോക്കടിക്കണതല്ല, അത് അറിഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് മറ്റുള്ളവരെ കൺവിൻസ് ആക്കണം. എനിക്ക് ആദ്യം കൺവിൻസ് ആവണം ഞാൻ എന്താ പറയാൻ പോണത് എന്നുള്ളത്. എനിക്ക് ലൗകിക ലാഭേച്ഛയില്ലാതെ കണ്ട് ആധ്യാത്മിക പുരോഗതിക്ക് ഉതകുന്ന കാര്യങ്ങൾ പറഞ്ഞാൽ യാതൊരു കുഴപ്പമില്ല. അതാണ് സത്യം. അതുകൊണ്ടാണ് പറഞ്ഞത്, നീയേ ശരണമായുള്ളൂ മർത്യനെന്നതു കണ്ടു ഞാൻ നാഥ നിൻ കൃപയാൽ മാത്രം അത്തരം മധുസൂക്തിയാൽ. ആലോചിച്ച് നോക്കൂ, നീയേ ശരണമായുള്ളൂ മർത്യനെന്നത് അവനവൻ്റെ മനസാക്ഷി മാത്രമേ എന്തുള്ളൂ, ശരണമായിട്ടുള്ളൂ, വേറൊന്നും നിലനിൽക്കില്ല. മർത്യനെന്നത് കണ്ടു ഞാൻ നാഥ നിൻ കൃപയാൽ മാത്രം അത്തരം മധുസൂക്തിയാൽ അഹങ്കാര ഗ്രന്ഥി മാറ്റി. നമ്മൾ ചെയ്യേണ്ടത് അതാണ്. അഹങ്കാരമാകുന്ന ഗ്രന്ഥിനെ നമ്മൾ ഒട്ടയ്ക്കണം. അതാണ് ഞാൻ ഈ കൊറോണ കഴിഞ്ഞ ഉടനെ ഒരു ഏപ്രിൽ മെയ് മാസത്തിൽ 5 ബുക്കിങ്ങാണ്. ഒരു നവാഹും 4 സപ്താഹും. 5ഉം സോറി എന്ന് പറഞ്ഞു. എന്താ, സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക, സ്വരം നന്നാവുമ്പോൾ പാട്ട് നിർത്തുക, വേറൊന്നുമല്ല. അവനവൻ നിർത്തണം. അല്ലെങ്കിൽ എന്താ വെച്ചാൽ കുറേ കഴിഞ്ഞാൽ ആൾക്കാർ വിളിച്ചില്ലെങ്കിൽ സങ്കടം തോന്നും. ഓ, ഞാൻ ഒരു ക്യാമൻ ഉണ്ടായിട്ട് എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ എന്നുള്ള വിചാരം വന്നാൽ ബുദ്ധിമുട്ടായി. ഞാൻ ക്യാമനല്ല, എൻ്റെ കേമത്തരം എൻ്റെ ഉള്ളിലാണ്. അദ്ദേഹത്തിന് എന്നെ അറിയാം, എനിക്ക് അദ്ദേഹത്തിനെ അറിയാമെന്ന് പറഞ്ഞാൽ എന്താണെന്നാ പറയുക, എന്നാ ലേന എന്നാ ദേന. ആ ഒരവസ്ഥയിലേക്ക് എത്തണം. ആ അവസ്ഥയിലേക്ക് എത്തിയാലോ രസാണേനും. നീയേ ശരണമായുള്ളൂ മർത്യനെന്നത് കണ്ടു ഞാൻ നാഥ നിൻ കൃപയാൽ മാത്രം അത്തരം മധുസൂക്തിയാൽ അഹങ്കാര ഗ്രന്ഥി മാറ്റി മനതാരിൽ തെളിഞ്ഞു നീ. അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾക്ക് മനതാരിൽ ഭഗവാനെ കാണാൻ സാധിക്കാത്തത്? അഹങ്കാര ഗ്രന്ഥി നാം അറിയാണ്ട് വളർന്ന് പന്തലിച്ചിരിക്കുകയാണ്. എൻ്റെ ചങ്ങാതി പറഞ്ഞു ഇന്ന സ്ഥലത്ത് പോയി ഇന്ന കാര്യം ചെയ്താൽ അത് നടന്നിട്ടാണ് ഞാൻ കേമനായതെന്ന് പറഞ്ഞാൽ അവിടെ പോയി ആ കാര്യം ചെയ്താലേ നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അതാണ് അഹങ്കാരം, അറിവില്ലായ്മ, അജ്ഞാനം. അതുകൊണ്ട് എന്ത് ചെയ്യണം? അഹങ്കാര ഗ്രന്ഥി മാറ്റി മനതാരിൽ തെളിഞ്ഞു നീ വിളയാടേണം ആ മട്ടിൽ ഏകേണം ഒരനുഗ്രഹം. അതിനനുസരിച്ചിട്ട് എനിക്കൊരു അനുഗ്രഹം വേണമെന്നാണ് പറഞ്ഞത്. മത്സ്യാവതാരമാണ് കഥ, അത് മനസ്സിലാക്കണം. ഭഗവാനോട് പറയാണ്, എനിക്ക് മനതാരിൽ തെളിഞ്ഞു നീ വിളയാടേണം ആ മട്ടിൽ ഏകണം ഒരനുഗ്രഹം. അപ്പോൾ പിന്നെ നമ്മൾ എവിടെയും പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ആരോടും ഒരു പ്രതിബദ്ധത വേണ്ട, ഭഗവാനോട് മാത്രം പ്രതിബദ്ധത. ചിലർ ചോദിക്കും നമ്മളൊക്കെ സോഷ്യൽ അനിമൽസ് അല്ലേ എന്ന്. അല്ല, നമ്മൾ അനിമൽസ് അല്ല, നമ്മൾ സൊസൈറ്റിയിലുള്ള അംഗങ്ങളാണ്. നമ്മൾ എന്ത് ചെയ്യണം? ഈശ്വരനെ സോഷ്യലാക്കി എല്ലാവരിലും എത്തിക്കാൻ നമ്മൾ ശ്രമിക്കണം. അതാണ് വേണ്ടത്. അപ്പോൾ ഈ വണ്ണമോതും നൃപനോട് ആത്മതത്വം മധോക്ഷജൻ, ആത്മാവിനെ പറ്റിയിട്ടുള്ള തത്വം അകക്കണ്ണുകൊണ്ട് മനസ്സിലാക്കേണ്ടതായ ഈശ്വരൻ. അവിടെ ആ 2 വരി, പ്രളയാബ്ധിയിൽ മീനാചരിക്ക് അരുളിയിടിനാൻ. മീനായി വലിയ ഒരു തിമിംഗലമായിട്ട് മകരമത്സ്യമായി കപ്പലിൽ വാസുകിയെ കൊണ്ട് ബന്ധിക്കപ്പെട്ട് സപ്തർഷികളോടുകൂടി എല്ലാ ഔഷധങ്ങളും ബീജങ്ങളും സപ്തർഷികളോടും കൂടിയിട്ടാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം മത്സ്യമാകുന്ന മത്സ്യരൂപിയായിരിക്കുന്ന വിഷ്ണുവിനോട് സംസാരിക്കുന്നത്.
ആ രാജാവിനോട്, സത്യവ്രതനോടാണ് ഭഗവാൻ ഉത്തരം പറയുക. അപ്പോൾ ഇവിടെ 62ാമത്തെ ശ്ലോകം എന്താ? രാജർഷിക്കുപദേശിച്ച സാങ്ക്യായോഗ ക്രിയാത്മകം ദിവ്യം മത്സ്യപുരാണാഖ്യം ആത്മജ്ഞാന പ്രകാശകം. അപ്പം മത്സ്യപുരാണം എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. അപ്പോൾ അന്ന് ഇത്രയും വിശദമായി ചോദിച്ച പ്രിയവ്രത രാജാവിന് മത്സ്യരൂപിയായിരിക്കുന്ന വിഷ്ണു എന്ത് ആത്മതത്വ ഉപദേശം ചെയ്തുവോ അതാണ് സബ്ജക്റ്റ് ഏതിലെ? മത്സ്യപുരാണത്തിലെ. അപ്പോൾ നമ്മൾ ഭാഗവതം മനസ്സിലാക്കി ഒരു അധ്യായം 2 അധ്യായം മത്സ്യപുരാണം മത്സ്യാവതാരമാണ്. അപ്പം എങ്ങനെ നമ്മൾ മത്സ്യാവതാരമൊക്കെ മനസ്സിലാക്കിയെന്ന് എങ്ങനെ പറയാം? മത്സ്യാവതാരം അവിടെ ഇങ്ങനെ കിടക്കാണ്. നമ്മൾക്ക് ഈ ഭാഗവതം മുഴുവൻ വായിക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ നാരായണീയത്തിൻ്റെ പിന്നാലെ പോണത്, അല്ലേ? പിന്നെ ചില രസികന്മാരുണ്ട്, വിഷ്ണു സഹസ്രനാമം വായിച്ചാൽ എല്ലാം എന്ന് പറഞ്ഞ് സമർത്ഥിക്കുന്ന ആൾക്കാരുണ്ട്. വിഷ്ണു സഹസ്രനാമം മതി, പക്ഷെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഓരോ പദാവലിയുടെയും അർത്ഥം മനസ്സിലാക്കിയിരിക്കണം. അപ്പോഴാണ് ആ ഭാവം വരുള്ളൂ. അപ്പോൾ രാജർഷിക്കുപദേശിച്ച സാങ്ക്യായോഗ ക്രിയാത്മകം ദിവ്യം മത്സ്യപുരാണാഖ്യം, അതിനെയാണ് മത്സ്യപുരാണം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആത്മജ്ഞാന പ്രകാശനം, ആത്മാവിനെ അറിയാനുള്ള അറിവിനെ പ്രകാശിപ്പിക്കണം. മനോജ്ഞം ഭഗവൽ സൂക്തം, മനോജ്ഞമാണ്, മനസ്സിന് ആനന്ദം തരുന്നതാണ് ഭഗവത് സൂക്തം, ഭഗവാനാൽ പറയപ്പെട്ട വാക്കുകളെ. മുനിമാരൊത്ത് സംശയം കപ്പലിൽ താനിരുന്നെല്ലാം നുകർന്നു ഭഗവത് പ്രിയൻ. കപ്പലിൽ ഇരുന്നിട്ട് തന്നെ ഭഗവാന്റെ ഓരോ സൂക്തങ്ങളും മനസ്സിലാക്കി. നാൻമുഖൻ പ്രളയാന്തത്തിൽ ഉണർന്നളവ് ഈശ്വരൻ. അപ്പോൾ പ്രളയം കഴിഞ്ഞു, നാൻമുഖൻ പ്രളയാന്തത്തിൽ ഉണർന്നളവ് ഈശ്വരൻ ഹയഗ്രീവാഖ്യനെ കൊന്ന് ഏകിനാൻ 4 വേദവും. അവിടേക്കാണ് കഥ വരുന്നത്. അങ്ങനെ ഉപദേശിച്ചു. ആ പ്രിയവ്രതനെ ഉപദേശിച്ചതിനെ മത്സ്യപുരാണെന്ന് പറയണു. അപ്പോൾ പ്രളയം കഴിഞ്ഞു. അപ്പോൾ നാൻമുഖൻ പ്രളയാന്തത്തിൽ ഉണർന്നളവ് ഈശ്വരൻ ഹയഗ്രീവനെ കൊന്നേകിനാൻ 4 വേദവും. സത്യവ്രതൻ മഹാജ്ഞാനി ഭഗവത് കൃപയാർന്നവൻ ഇതേ കൽപ്പത്തിൽ വൈസദാഖ്യനാം പുകഴും മനു. അപ്പോൾ ഈ ജ്ഞാനം, മത്സ്യപുരാണത്തിൻ്റെ ജ്ഞാനം കിട്ടിയതോടുകൂടി ഇദ്ദേഹം സത്യവ്രതൻ മഹാജ്ഞാനിയായി. അതിന് കാരണം ഭഗവത് കൃപയാണ്. ഇതേ കൽപ്പത്തിൽ വൈവസ്വതമനുവായിട്ട് മാറിയതാണ്. എവിടെ പോയി? ഭഗവാനോട് ഒരു കൂട്ടം ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഭഗവാൻ അതിനൊക്കെ ഉത്തരം പറഞ്ഞു. അതിനനുസരിച്ച് ഇയാൾ ജീവിച്ചു. അപ്പം അയാൾ ആരായി? ഇതേ കൽപ്പത്തിൽ വൈവസ്വതാഖ്യനാം പുകഴും മനു. സത്യവ്രതൻ്റെയും മത്സ്യമൂർത്തിയാം ഭഗവാന്റെയും സംവാദരൂപം ആഖ്യാനം ഇത് കേൾക്കിൽ വിമുക്തനാം. സത്യവ്രതൻ്റെയും മത്സ്യമൂർത്തിയാം ഭഗവാന്റെയും സംവാദരൂപം ആഖ്യാനം ഇത് കേൾക്കിൽ വിമുക്തനാം. ഇത് ഭയങ്കര രസമുള്ള കാര്യമാണ്. ഇത് കേട്ടാൽ മോക്ഷം ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് ശുഖബ്രഹ്മ മഹർഷി നിങ്ങൾക്ക് എല്ലാ ലൗകിക സുഖങ്ങളും ഉണ്ടാവുമെന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല? ഭാഗവതത്തിലത്തെ സംജ്ഞ മോക്ഷമാണ്. അപ്പോൾ ഭാഗവതം വായിക്കാണ്ട് നാരായണീയം പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്ന് ഞാൻ സമർത്ഥിക്കണം. അപ്പോൾ സത്യവ്രതൻ്റെയും മത്സ്യമൂർത്തിയാം ഭഗവാന്റെയും സംവാദരൂപം ആഖ്യാനം ഇതു കേൾക്കിൽ വിമുക്തനാം. അവതാരം ഇത് ആർ നിത്യം കീർത്തിക്കും ഭക്തിപൂർവകം. ഇപ്പോൾ ഈ വീണയുടെ കമ്പി, വയലിൻ്റെ സ്ട്രിങ്സ്, ആ വയലിൻ്റെ സ്ട്രിങ്സിനെ വിരലുകൊണ്ട് എങ്ങനെ അമർത്തുന്നു, എങ്ങനെ വിടണു, അതിനനുസരിച്ചിട്ടാണ് ശബ്ദം കമ്പിയിൽ ഉണ്ടാവുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പ്രവർത്തന മണ്ഡലം സ്ട്രോങ് ആക്കാതെ കണ്ട് മോക്ഷം കിട്ടില്ല. നാരായണ നാരായണ എന്ന് ജപിക്കന്നെ വേണം.
നാരായണൻ്റെ വിഭൂതികൾ നമ്മളിൽ എത്തണമെങ്കിൽ നാരായണനെ നമ്മൾ സ്മരിക്കണം. എന്നാൽ മാത്രമേ നാരായണൻ പ്രീതിപ്പെടുന്നുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, അവതാരം ഇത് നിത്യം കീർത്തിക്കും ഭക്തിപൂർവകം അവൻ അഭീഷ്ടം സാധിക്കും എന്നല്ല ഒടുവിൽ മോക്ഷവും. ചോദിക്കേണ്ട ആവശ്യമില്ല, മോക്ഷം ചോദിക്കേണ്ട ആവശ്യമില്ല. എപ്പോൾ ഒരിക്കൽ ഹൃദയഗ്രന്ഥി, പല ഗ്രന്ഥിയുണ്ട് ഹൃദയത്തിൽ, അതിൽ അഹങ്കാരഗ്രന്ഥി പൊട്ടിപ്പോയാൽ അതെങ്ങനെ പൊട്ടുക? താഴ്മ, വിനയം വരണം. നമ്മൾക്ക് വിനയം ഉണ്ടായാൽ അഹങ്കാരം ഇല്ലാണ്ടാവും. അതോടുകൂടി ജ്ഞാനം വന്നാൽ അതോടുകൂടി ഭക്തി ഉണ്ടായി, ജ്ഞാനം ഉണ്ടായി, വൈരാഗ്യം ഉണ്ടാവും, വഴി ക്ലിയറായി. എങ്ങും പൊങ്ങിപ്പരക്കും പ്രളയജലധിയിൽ പത്മജൻ ചെറ്റുറക്കം തൂങ്ങിയിടും രാവിലെന്നാൽ വദനകളിതമായി പോയ വേദം മനോജ്ഞം മുങ്ങിച്ചെന്നാകമാനം കവരുമൊരു ഹയഗ്രീവനെ കൊന്നു വൈകാതങ്ങ് സത്യവ്രതന് ഉൾതെളിവരുളിയ ഹേ മത്സ്യമൂർത്തേ തൊഴുന്നേൻ. 68ാമത്തെ ശ്ലോകം എല്ലാ കാര്യങ്ങളും പറയണ്ടായി, കുറച്ച് ഗഹനായിട്ടുള്ളതാണ്. 2-3 പ്രാവശ്യം വായിക്കാം, സാധിക്കണവർ ഗ്രാസ്പ് ചെയ്യാം. എങ്ങും പൊങ്ങിപ്പരക്കും പ്രളയജലധിയിൽ, അല്ലേ? തിരമാലകൾ ഇങ്ങനെ അടിക്കുന്നു. ഭഗവാൻ മത്സ്യരൂപയായിട്ട് ഇങ്ങനെ ഈ കപ്പലിനെ വലിച്ചു കൊണ്ടുപോകണു. പക്ഷേ രണ്ടാളുടെയും ഏകാഗ്രത കൊണ്ട് ഈ തിരമാലകളുടെ ഘോര ശബ്ദമൊന്നും അവർക്ക് പ്രശ്നമല്ല. ഭഗവാനോട് പലതും പ്രിയവ്രതൻ ചോദിക്കണു, ഭഗവാൻ അതിന് ഉത്തരം പറയണു. ആ സംവാദത്തിനെ മത്സ്യപുരാണം എന്ന് പറയണു. അത് കഴിഞ്ഞിട്ട് തൂങ്ങിയിടും. അപ്പം പത്മജൻ ചെറ്റുറക്കം തൂങ്ങിയിടും രാവിലെന്നാൽ, നേരം രാത്രി ഉറങ്ങി കിടക്കുകയാണ് ആരെ? ബ്രഹ്മാവൻ. വദനഗളിതമായി പോയ വേദം മനോജ്ഞം. വദനഗളിതം, മുഖത്തുനിന്നാണുള്ള ശബ്ദം വരിക. അത് പോയ വേദം മനോജ്ഞം പൊങ്ങിച്ചെന്നാകമാനം കവരുമൊരു ഹയഗ്രീവനെ കൊന്ന് വൈകാതങ്ങ് ആ സത്യവ്രതനുൾ തെളിവരുളിയ ഹേ മത്സ്യമൂർത്തേ തൊഴുന്നേൻ. എന്താപ്പോ ഇത് ശ്രീകൃഷ്ണകഥാമൃതേ കലികൽമഷനാശനേ വിഭൂതി കാണ്ഡേ ദിശതമസർഗഃ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. അവിടെ നിർത്താം. വെറുതെ നമ്മൾ ഡ്രാഗ് ചെയ്തിട്ട് യാതൊരു കാര്യമില്ല. ആ സ്ട്രെങ്ത്ത് പോണ്ട, മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.